സോ ഗായ്സ്, ഒരു ഡോളമൈറ്റ്സ് വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡോളമൈറ്റ്സിലാണ്. അപ്പോൾ നമ്മൾ ആൽപ്പേടി യൂസ് ചെയ്യുന്ന നമ്മൾ സ്ഥലത്താണല്ലോ ഡോളമൈറ്റ്സിൽ. നമ്മളെ കൂടെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് വന്നിന്. അപ്പം ഇതാണ് നമ്മളെടുത്ത ക്യാമറമാന്. അപ്പം മ്യൂണിക്ക് അടുത്താണ്. മ്യൂണിക്കിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ക്യാമറമാൻ്റെ മേലെ 3 ആൾക്കും താഴെ 2 ആൾക്കും കിടക്കാൻ പറ്റും. അപ്പം മ്യൂണിക്കിൽ നിന്ന് എടുത്ത് വന്ന ക്യാമറമാനാണ്. അപ്പോൾ ഇവിടെയുള്ള സ്ഥലമാണ് ആൽപ്പേടി സൂസി. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളമൈറ്റ്സ് ട്രിപ്പ്. അപ്പോൾ അതൊരു റൗണ്ട് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറേ ലൈം സ്റ്റോൺസ് ഒക്കെ ഉണ്ട് ഡോളമൈറ്റ്സിൽ. ഇറ്റലിയിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അതേപോലെ മൊത്തം യൂറോപ്പിൻ്റെ ഹൈക്കേഴ്സിൻ്റെ ഒരു ഹെവൻ എന്ന് പറഞ്ഞൊരു പറയാൻ പറ്റിയൊരു സ്ഥലമാണ് ഡോളമൈറ്റ്സ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ഫ്രണ്ട് ഇതാ അജ്മലുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതാണ്. പിന്നെ അതേപോലെ 2 മണിക്കൂറൊക്കെ പാർക്കിംഗ് ഫ്രീ ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയി നോക്കുകയാണ്. സോ ഇതാണ് ഇവിടുത്തെ വില്ലേജസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ 2 കിലോമീറ്ററിന് ഏകദേശം ഹൈക്കുണ്ട്. എങ്ങനെയുണ്ട് ഹാൾട്സ് എന്നുള്ളത് നോക്കിയിട്ട് പറയുങ്ങൾ. അപ്പം ലൈക്ക് ഇവിടെ കുറച്ച് മഞ്ഞുമലകളൊക്കെ കാണാം. ആൻഡ് ദ പ്ലേസ് ഈസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. സോ നമ്മളിവിടെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് ഹൈക്ക് ചെയ്യാൻ പോവാണ്. ഏകദേശം 2 കിലോമീറ്റേഴ്സ് പോയോക്കല്ലേ? ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കുകയാണ്. ഇത് യൂട്യൂബ് ബ്ലോഗ് ആട്ടോ. ഇത് വെറുതെ നമ്മൾ മറ്റേ എൻ്റെ ആൾറെഡി ബ്ലോഗ് ഉണ്ട്. ആരും കാണൂല. അവര് പറയുന്ന വെയിലാന്നാണ്. അപ്പം കഴിച്ചും പോയി ആൻസർ എടുക്കാം. പ്രാവശ്യം എന്തായാലും ചെക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനിയും പോകാനുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളെ ഫസ്റ്റ് സ്പോട്ട്. അപ്പം ആൽപ്പേ അപ്പം ഇവിടെയാണുള്ളത്. യൂട്യൂബ് വ്ലോഗ് ഈ ആഴ്ച തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ നല്ല വെയിലുണ്ട്. പക്ഷേ പോവാൻ കറക്റ്റ് അല്ലെങ്കിൽ ഇത് കാണാൻ കറക്റ്റ് ടൈമാണ് ഈ സമ്മർ. അപ്പോൾ നോക്കിയേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ലാൻഡ്സ്. കഴിഞ്ഞ വർഷം നവംബറിൽ മോൺസ്റ്റർ എനർജി എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതാണ് പ്രശ്നം. പിന്നെ നല്ല വെയിലുണ്ട്, ക്ഷീണമുണ്ട്. ഇവിടുത്തെ കുറച്ച് ബസ് സ്റ്റോപ്സ് കാണിച്ചത്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഓക്കെ, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള വ്യൂ ആണ്. എന്താ വേറെ ബസ് സ്റ്റോപ്പ്. വെള്ളയുടെ സ്ഥലം മാറ്റി. 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ നടക്കാനുണ്ട്. തിരിച്ച് 3.5 ഏകദേശം 7 കിലോമീറ്റർ. അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് അടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. കാരണം വേറെ ഓപ്ഷൻ കാണുന്നില്ല. 3.5 കിലോമീറ്റർ നടക്കുക ഇസ് ടു മച്ച് ഫോർ അസ്. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ, എന്താവും എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ അപ്പുറത്തുണ്ട്. അപ്പം അവരെനിക്ക് ലിസ്റ്റ് കിട്ടുമെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്താവും എന്നുള്ളത്. ഗൈസ്, അങ്ങനെ പതിക്കൽ വെച്ച് ഹൈക്ക് നിർത്തി നമ്മൾ കാറിൽ പോവുകയാണ്. അപ്പോൾ നമ്മളെ ക്ഷീണിച്ച് അല്ലെങ്കിൽ 3 കിലോമീറ്റർ തിരിച്ച് നടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കാർ എടുത്തുകൊണ്ട് ഇവിടുത്തെ വ്യൂ നോക്കിയേ അമ്മ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ വ്യൂ കാണിച്ചു തരാം. അതാണ് നമ്മുടെ ക്യാമറമാൻ. ഇവിടെ 2 ആൾക്ക് സ്ലീപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. മേലെ 2 ആൾക്ക് 3 ആൾക്ക്. അപ്പോൾ വ്യൂ കാണിച്ചു തരാം എനിക്ക്. നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ നടക്കാൻ പോയ ആൾക്കാർ നടക്കാൻ മടിച്ചിട്ട് വണ്ടിയിൽ കയറാണ്. അപ്പം മടിച്ച് കുറച്ച് പണി ഉണ്ടാവും. സെസിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മളെ മെസ്സി ഉണ്ട്, റോഡ് സർഫറിന്റെ മെസ്സി. ഗ്രാൻഡ് കാനിയൻ പോലത്തെ ഒരു നല്ലൊരു മലയിലുള്ളത്. അപ്പം നമ്മളെ വണ്ടി അപ്പം കാണിച്ചു തരാം. ഇവിടുത്തെ വ്യൂ ഡോളമൈറ്റ്സിലൊരു കിട്ടുള്ള സ്പോട്ടാണിത്. അപ്പം ചാവിയിൽ കുത്തിയിട്ടില്ലേ? അല്ല, എൻ്റെ കീശയിലുണ്ട്.
കുറച്ച് കാഴ്ചകളാണ്. 5 മണിക്ക് എണീറ്റ് പോയാലും മതിയാലും. ഇത് ബോസൻക്ക് തന്നെ തിരിച്ചു പോവാ. സോ ഗൈസ് നമ്മളിപ്പം ഒരു ലേക്കിൽ എത്തിക്കണം. ഏകദേശം ലേക്ക് അരീസ എന്നാണ് ലേക്കിൻ്റെ പേര്. അപ്പം ഡോളമൈറ്റ്സിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയ ലേക്കിൻ്റെ ഒരു ലൊക്കേഷനാണിത്. അപ്പം നോക്കി നിങ്ങൾ എത്ര ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ് ഇവിടുത്തെ വെള്ളം. അപ്പം ഇവിടെ പിള്ളേരൊക്കെ ഡ്രോണ് വറുത്താണ്. അപ്പം ഡ്രോൺ ഇവിടെ ഉള്ളതാണെന്നില്ല, നമ്മൾ ഡ്രോൺ തൊട്ട് മേലുണ്ട്. അപ്പം അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ലേക്ക് അരീസയിലാണ് നമ്മൾ. ഇവിടെ നമ്മൾ ക്യാമറമാൻ എടുത്തിട്ട് ഒരു സ്പോട്ട് കണ്ടെത്തണം. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് രാത്രി നമ്മളവിടെ നല്ല പരിപാടിയിലാണ്. അപ്പോൾ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കണം. ഫുഡൊന്നും കഴിച്ചില്ല, പൊറാട്ടയും ബീഫൊക്കെ ഉണ്ട്. അപ്പം കഴിക്കണം.